ചതിയുടെ വഞ്ചനയുടെ ഒരു കഥയാണ് ഹരീഷ് പുറത്തുവിട്ടത്. അത് വല്ലാത്തൊരു കഥയാണ്. ഒരു 1.5 മാസം മുമ്പ് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നടത്തിയ ഒരു പ്രസ്താവന നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ചീത്തകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടണമെന്നും ആഗ്രഹിച്ച ആളല്ല. എന്നാലും എന്റെ വത്സമ്മാശ്രയെ നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ. ഒന്നാമത് പുള്ളി പറഞ്ഞേക്കുന്ന 20 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ്. 2 ഉണക്ക തേങ്ങ വെട്ടി വെള്ളം തരട്ടെ. പുള്ളി എനിക്ക് 10 ലക്ഷം രൂപയും പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു 4 ലക്ഷം രൂപ തരികയും ആ 4 ലക്ഷം രൂപ 2ാമത്തെ ദിവസം തന്നെ ഞാൻ അതിന് തിരിച്ചു കുടിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് എത്ര പൈസ രണ്ടെന്ന് വല്ല ബോധമുണ്ടോ? ഒരു പണിക്കും പോവില്ല. ചേട്ടാ കാശ് വരാൻ ആഗ്രഹമില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കൊള്ളാം. ഈ 5 വർഷം ഞാൻ ഇയാൾക്ക് വേണ്ടി പണിയെടുത്തിട്ട് ഇയാൾ എനിക്ക് എന്ത് തന്നിട്ടുണ്ട് അയാളോട് ചോദിക്കാം. ചൂടാവരുത്. പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോടൊന്ന് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. അയാൾക്ക് വേണ്ടി 72 സിനിമയോളം അയാൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 5 വർഷം പണിയെടുത്തതിന് ഞാൻ ചുരുങ്ങിയത് എനിക്ക് 50 ലക്ഷം രൂപയിൽ ഏറ്റവും കുറഞ്ഞതല്ല. എന്താ പറഞ്ഞത്? ചുരുങ്ങിയത് എനിക്ക് 50 ലക്ഷം രൂപയിൽ ഏറ്റവും കുറഞ്ഞതല്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ തെറി വിളിച്ചവന്മാരെല്ലാം കൂടി ഹരീഷ് കണാരനോട് പറഞ്ഞിട്ട് 43 ലക്ഷം കൂടി എനിക്ക് മേടിച്ചു തന്നാലെങ്കിൽ ഉപകാരമുണ്ട്. ഹരീഷ് കണാരനോട് പറഞ്ഞിട്ട് 43 ലക്ഷം കൂടി എനിക്ക് മേടിച്ചു തന്നാലെങ്കിൽ ഉപകാരമുണ്ട്. എന്റെ ദൈവമേ, ഇതൊരു പുലിവാലായല്ലോ. ഒന്നും വിചാരിക്കല്ലേ? ഇത് എന്ത് പിശാചികളാണ്? കുടുംബ പിടിക്കണവരെ പിടിക്കുന്നത്. വിചാരിച്ചായിരുന്നു എനിക്കൊരാളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്കിപ്പോഴും അയാളോട് വിരോധമില്ല. നാളെയും അയാൾക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അയാൾക്ക് വിളിച്ച് വേഷം കൊടുക്കും. അയാൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാനും സിനിമ ചെയ്തിട്ട് കുറേ നാളായി. അത് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആശകളായിരം എന്ന് പറയുന്ന സിനിമയാണ്. 8 നില പൊട്ടി എന്നിട്ടും തെമ്മാടിത്തത്തിന് ഒരു കുറവില്ല. നമ്മൾ ഒരു ഹെൽപ്പ് ചെയ്ത ഒരാൾ നമുക്ക് ഇത്രയും ഒരു പണി തരിക എന്ന് പറഞ്ഞാൽ അയാൾ നമുക്ക് തരാനുള്ള പണി തരുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടി വേറൊരു പണിയും കൂടി തരിക എന്ന് പറഞ്ഞാൽ എനിക്കാദ്യം കണ്ടപ്പോഴേ ഒരു സംശയം തോന്നിയതാ. അതുപോലെ ഹരീഷ് കണാരനെതിരെയും ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിലവിൽ പോയിരിക്കുക. നേരാന്നോടാ നീ പറഞ്ഞത്? നേരാ കൊച്ചമ്മേ. എന്റെ മദ്യവും കുടിച്ച് എന്റെ മുഖത്തന്നെ തുപ്പന്നോടാ. എടുക്കണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും